നമസ്കാരം. ഞാൻ കോവിലകൻ നന്ദകുമാർ. ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ശ്രീമാൻ നരേന്ദ്രമോദി നല്ല ഭൂരിപക്ഷത്തോടെ തന്നെ പ്രധാനമന്ത്രിയാകുമെന്ന് കാണുന്നു. അദ്ദേഹം ആദ്യം പ്രധാനമന്ത്രിയാകുന്ന തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ ഇതേപോലെ പ്രവചനം നടത്തിയിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ ജാതകവും ഗ്രഹനിലയും പരിശോധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ പ്രകാരം ശ്രീമാൻ നരേന്ദ്രമോദിക്ക് ഉഗ്ര നരസിംഹമൂർത്തിയുടെയും ശ്രീ മഹാരുദ്രൻ്റെയും സന്നിവേശം ഉള്ളതായി കാണുന്നു. അതുകൊണ്ട് നരേന്ദ്രമോദിയെ ആരെതിർത്താലും അവർക്കെല്ലാം സർവനാശമായിരിക്കും എന്ന് പറഞ്ഞ് അതിൻ പ്രകാരം അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ ഉറപ്പായും ജയിച്ച് പ്രധാനമന്ത്രിയാകുമെന്ന് ഞാൻ അന്ന് പ്രവചിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയാകുകയും ചെയ്തു. രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിലും രണ്ടാമത് അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോഴും അതിനു മുമ്പ് പ്രത്യേകിച്ച് പ്രവചനം നടത്തുകയുണ്ടായി. അന്നും അദ്ദേഹത്തിൻ്റെ ജാതകത്തെയും ഹസ്തരേഖാശാസ്ത്രപ്രകാരവും കൈരേഖ പരിശോധിച്ച ശേഷവും ശ്രീമാൻ നരേന്ദ്രമോദിക്ക് ഉഗ്ര നരസിംഹമൂർത്തിയുടെയും ശ്രീ മഹാരുദ്രൻ്റെയും സന്നിവേശം നിലവിൽ അദ്ദേഹത്തിന് അനുഗ്രഹമായി തുടരുന്നു. അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തോടെ വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്ന് അന്ന് പ്രവചിച്ചിരുന്നു. അതേപോലെ തന്നെ ഈ മൂന്നാമതും അദ്ദേഹം പ്രധാനമന്ത്രിയാകുമെന്ന് കാണുന്നു. അതായത് 2024 ജൂൺ മാസം 4-ാം തീയതി നടക്കുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തിൽ ശ്രീമാൻ നരേന്ദ്രമോദി 351 സീറ്റിൽ കൂടുതൽ ഭൂരിപക്ഷം നേടി മൂന്നാമതും അദ്ദേഹം തുടർച്ചയായി പ്രധാനമന്ത്രിയാകുമെന്ന് കാണുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച ശേഷം, മാതാവ് മരിച്ച ശേഷം ആണ് അദ്ദേഹം ചിലത് മനസ്സിലാക്കുന്നത്. നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഞാൻ അന്ന് പ്രവചിച്ചിരുന്നതിൻ്റെ കൂടെ പറഞ്ഞ ആ ദൈവികമായ സന്നിവേശം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഈയിടെ കേൾക്കുകയുണ്ടായി. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പ്രത്യക്ഷത്തിൽ തന്നെ ദൈവിക സാന്നിധ്യം അറിയുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് തന്നെയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലൂടെ അദ്ദേഹം മനുഷ്യനല്ലാത്ത ഒരു ദൈവികമായ അവസ്ഥയിലേക്ക്, ദിവ്യമായ അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ള സൂചന ഇപ്പോൾ വ്യക്തമാക്കിയത് മുമ്പേ ഞാൻ കണ്ടറിഞ്ഞ് പ്രവചിച്ചതിൻ്റെ പൊരുൾ എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിനിടെ കുറേ മുമ്പ് ഇന്ത്യയിൽ പാർലമെൻറ്റ്, അതായത് ലോക പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നതിനിടെ അത് നടന്നുകൊണ്ടിരിക്കെ ശ്രീമാൻ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ സീറ്റിൽ നിന്ന് എണീറ്റ് നേരെ നരേന്ദ്രമോദി ഇരിക്കുന്ന സീറ്റിനെ ലക്ഷ്യമാക്കി നടന്നു വരുന്നത് ആ പാർലമെൻറ്റ് അംഗങ്ങളെല്ലാം കൗതുകത്തോടെയും ആശ്ചര്യത്തോടെയും വീക്ഷിക്കൊണ്ടിരിക്കെ രാഹുൽ ഗാന്ധി പാർലമെൻറ്റ് നടപടിക്രമം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് തന്നെ നരേന്ദ്രമോദിയുടെ സമീപത്തേക്ക് വരികയും നരേന്ദ്രമോദിയെ തൊഴുതുകൊണ്ട് വിഷ് ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി എന്താണെന്നും പറഞ്ഞ് ഇങ്ങനെ കൈ ആംഗ്യം കാണിക്കുന്ന കാണാമായിരുന്നു. ആശ്ചര്യത്തോടെ അടുത്ത് വന്ന് ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, മിത്രമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആശ്ലേഷിക്കാനോ കാലത്തൊട്ട് തൊഴാനോ ഒക്കെ തൊഴും പോലെയുള്ള ഒരു അവസ്ഥാവിശേഷത്തിലായി. നരേന്ദ്രമോദി അദ്ദേഹം തിരിച്ചും അങ്ങോട്ട് വിഷ് ചെയ്തങ്ങ് സീറ്റിലേക്ക് വിട്ടു. അപ്പോൾ ഇത് പാർലമെൻറ്റ് സ്തബ്ധമായി നോക്കിക്കൊണ്ടിരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ അതിനും വളരെ മുമ്പ് പറഞ്ഞ കാര്യം ഡൽഹിയിലോ മറ്റോ ഉള്ള ഏതോ വിദഗ്ധനായ ജ്യോതിഷൻ
രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിട്ടുണ്ടാവാം. നരേന്ദ്രമോദി എതിർക്കുന്നവർക്ക് ദോഷകരമായ അവസ്ഥ അദ്ദേഹത്തിൻ്റെ ജാതകവശാൽ പറഞ്ഞിട്ടുള്ളത് ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ശത്രുവായി കാണാതെ അദ്ദേഹത്തെ തന്നെ ബോധ്യപ്പെടുത്തും വിധം അരികിൽ ചെന്ന് ഞാൻ മിത്രമാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അതിന് പ്രകാരമുള്ള ദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറഞ്ഞ് ഒരളവ് വരെ മാറുന്നതാണ്, ദോഷം കുറയുന്നതാണെന്നൊന്നോ അത് വിദഗ്ധൻ പറഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെയാവണം ശ്രീമാൻ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുടെ അടുത്ത് ചെന്ന് ഞാൻ ശത്രുവല്ല മിത്രമാണെന്ന് പറയുന്ന സാഹചര്യമുണ്ടായത്. അപ്പം അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നാൾ വഴി നോക്കി വരികയെ വീണ്ടും ഇപ്പോൾ നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ അനാദൃശ്യമായ അപൂർവമായ പ്രത്യേക യോഗം അത് ആക്റ്റീവായി നിൽക്കുകയാണ്. അത് വീണ്ടും അദ്ദേഹത്തെ 3-ാം പ്രാവശ്യവും പ്രധാനമന്ത്രിയാക്കുന്ന സാഹചര്യം സംജാതമാക്കുകയാണ്. ഇനി ഇപ്പോൾ അദ്ദേഹം ഇന്ന് നമ്മൾ അറിയുന്നിടത്തോളം വിവേകാനന്ദ കന്യാകുമാരി, ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ത്രിവേണി സംഗമം, 3 സമുദ്രങ്ങളും സംഗമിക്കുന്ന ആ സംഗമസ്ഥാനത്തെ ത്രിവേണിയിലുള്ള സ്വാമി വിവേകാനന്ദ പാറയെന്നറിയപ്പെടുന്ന ആ വിവേകാനന്ദ മണ്ഡപത്തിൽ, ആ പാറയിൽ ഇരുന്ന് വിവേകാനന്ദ സ്വാമികൾ ധ്യാനനിരതനായിരുന്ന, അതിനും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ശ്രീ പാർവതി ദേവി അവിടെ ധ്യാനനിരതനായ ശിവനെ ധ്യാനിച്ചിരുന്നു എന്ന് പറയുന്ന ആ പുണ്യസ്ഥാനത്ത് ശ്രീമാൻ നരേന്ദ്രമോദി ധ്യാനമിരിക്കുന്നു എന്ന് ഉള്ള സാഹചര്യമാണിപ്പോൾ. ശ്രീമാൻ നരേന്ദ്രമോദി ഇന്ന് ധ്യാനമിരിക്കുന്ന അവസ്ഥയാണ്. നമുക്ക് അത് അങ്ങനെ ദിവ്യമായ അവസ്ഥയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഈ ദൈവികമായ ഈ സാന്നിധ്യ സന്നിവേശം ഭാവിയിൽ ഭാരതത്തിന് തന്നെ ലോകത്തിന് മുന്നിലും അദ്ദേഹം ദിവ്യമായ ഒരു അവസ്ഥാവിശേഷം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ലോകാരാധ്യനായി ശ്രീമാൻ നരേന്ദ്രമോദി മാറി ലോക നേതൃത്വത്തിലേക്ക് തന്നെ ആ ഇന്ത്യയുടെ പോസിറ്റീവ് എനർജി, ആധ്യാത്മികമായ ആ പോസിറ്റീവ് ചൈതന്യ സാന്നിധ്യം ലോകത്തിനാകെ വ്യാപരിപ്പിക്കുന്ന ഒരു ദിവ്യ പുരുഷനായി ഞാൻ മുമ്പേ പ്രവചിച്ചു വരുന്ന അടിസ്ഥാന ഘടകത്തിലെ ദൈവീക സന്നിവേശ സാന്നിധ്യം ലോകത്തിനാകെ പ്രകടമാകാൻ പോവുകയാണ് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ മനസ്സിലാക്കുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ നേതാക്കന്മാരെയും പ്രസ്ഥാനങ്ങളെയെല്ലാം ഞാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ പ്രവചന രീതിയിൽ വരുമ്പോൾ എല്ലാവരെയും ഈ പ്രവചനത്തിൽ കാണുന്ന ശാസ്ത്രീയമായി കാണുന്നത് മാത്രമേ എനിക്ക് പറയാനാകുകയുള്ളൂ. അങ്ങനെ ഞാൻ പറയുകയുള്ളൂ. എല്ലാവരോടും എനിക്ക് ആദരവാണ്, എല്ലാ നേതാക്കളോടും. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 2021 ഏപ്രിൽ 6-ാം തീയതി നടന്ന തിരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ ശ്രീമാൻ പിണറായി വിജയനെ കുറിച്ചുള്ള പ്രവചനം നടത്തുകയുണ്ടായി. ആ തിരഞ്ഞെടുപ്പിൽ ശ്രീമാൻ പിണറായി വിജയന് ആ 2021 തിരഞ്ഞെടുപ്പിൽ വീണ്ടും മുഖ്യമന്ത്രിയാവാനുള്ള അപൂർവ യോഗത്തിന് തടസ്സമുണ്ടാകുന്നതല്ല എന്ന് ഞാൻ അന്ന് പ്രവചനം നടത്തുകയുണ്ടായി. ശ്രീമാൻ പിണറായി വിജയൻ രണ്ടാമത് വീണ്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയാകും, വളരെ വലിയ ഭൂരിപക്ഷത്തോടെ മുഖ്യമന്ത്രിയാകുന്നതിന് തടസ്സമുണ്ടാകുന്നതല്ല, ഉറപ്പായും മുഖ്യമന്ത്രിയാകുമെന്നുള്ള പ്രവചനം 100% അന്ന് ശരിയായതിൽ ഞാൻ ആ പ്രവചനത്തിൻ്റെ ആക്യുറസിയെ കുറിച്ച്
ഈ അവസരത്തിൽ പറഞ്ഞു വരുന്നത് എന്തെന്നാൽ, അന്ന് പലരും പല പ്രവചനം നടത്തിയ എല്ലാവരും അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവർക്കും ഉമ്മൻചാണ്ടിക്കൊക്കെ രാജയോഗമാണ്, അതുകൊണ്ട് ഉറപ്പായി അവർ തന്നെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള പ്രവചനം നടത്തി. അതെല്ലാം തെറ്റായിരുന്നു. അന്ന് ഞാൻ പിണറായി വിജയന് വീണ്ടും മുഖ്യമന്ത്രിയാകാനുള്ള അപൂർവ യോഗമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പലരും എന്നോട് തർക്കിക്കുകയുണ്ടായി, എതിർക്കുകയുണ്ടായി ആ പ്രവചനത്തെ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ അന്ന് ടി വിയിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. സെക്രട്ടേറിയറ്റിലെ ഉന്നതരായ ചിലരും എന്നെ ആ വേളയിൽ വിളിച്ച് ചോദിക്കുകയുണ്ടായി, ഈ പ്രവചനത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ, ഇനി ചാനലുകാരോ മറ്റോ ആരെങ്കിലുമോ പുതിയ പ്രവചനമോ നടത്തി വരുന്ന സാഹചര്യം ഉണ്ടാകണം, നിങ്ങൾ മാറ്റി പറയുമോ, നിങ്ങൾ മാറ്റി പറയാനിടയാകുമോ? ഞാൻ പറഞ്ഞ ഭൂകമ്പം ഉണ്ടായാലും ശ്രീമാൻ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകും, അതിന് തടസ്സമുണ്ടാകുന്നതല്ല എന്നാണ് കാണുന്നത്. എന്നിട്ട് ആ പ്രവചനത്തിൽ തന്നെ ഒന്നുകൂടി പറയുകയുണ്ടായി. അതാണ് ഇനിയുള്ള ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ശ്രീമാൻ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായി 3 വർഷം കഴിയുമ്പോൾ, അതായത് 2001 പ്രവചനമാണ്, 2021 ഏപ്രിൽ 6 ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിന് മുമ്പ് നടത്തിയ പ്രവചനമാണ്. പിണറായി വിജയൻ രണ്ടാമത് മുഖ്യമന്ത്രിയായി 3 വർഷം കഴിയുമ്പോൾ BJP സംസ്ഥാന നേതൃത്വത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ അസാധാരണമായ രാഷ്ട്രീയ നീക്കമുണ്ടാകും. അപ്പോൾ BJP സംസ്ഥാന നേതൃത്വത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള BJP കേന്ദ്ര നേതൃത്വം, അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ അസാധാരണമായ രാഷ്ട്രീയ നീക്കത്തെ പിണറായി വിജയൻ അപ്പോൾ സർവശക്തിയും ഉപയോഗിച്ച് ചെറുക്കുന്നത് നിങ്ങൾക്ക് കാണാം എന്ന് ഞാൻ നടത്തിയ ആ പ്രവചനം ഇപ്പോൾ ഈ മെയ് മാസം അതിൻ്റെ 3 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ടാണ് അന്ന് BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ അസാധാരണമായ രാഷ്ട്രീയ നീക്കത്തെ പിണറായി വിജയൻ സർവശക്തിയും ഉപയോഗിച്ച് ചെറുക്കുന്നത്. എന്താണ് വിശേഷം, അതിൻ്റെ വ്യക്തത ഇനിയാണ് അറിയാനിരിക്കുന്നത്. ആ പ്രവചനം ഇനിയാണ്. എല്ലാവരും പ്രവചനം നടത്തുമ്പോഴും അപ്പോൾ അവർ ഭരണത്തിൽ വരുമോ വരിയില്ലേ എന്നുള്ളതാണ്. അന്ന് ഞാൻ നടത്തിയ പ്രവചനത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയായി 3 വർഷം കഴിയുമ്പോഴുള്ള പ്രവചനം കൂടി പറഞ്ഞിരുന്നു. അത് ഇനിയാണ് ഉണ്ടാവുന്നത്. അത് ശ്രീമാൻ പിണറായി വിജയൻ സർവശക്തിയും ഉപയോഗിച്ച് ചെറുക്കും എന്ന് വ്യക്തതയോടെ പറയുകയുണ്ടായി. അത് എന്താണ്, അനുബന്ധമായി എന്തൊക്കെയാണ് സംഭവിക്കുന്നു എന്നുള്ളത് ഇനി അറിയാനിരിക്കുന്ന ആ പ്രവചന രഹസ്യമാണ്. അത് എനിക്കിപ്പോഴൊന്നും പറയാൻ അധികാരമില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഭാരതത്തിൻ്റെ അവസ്ഥയുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്, ശ്രീമാൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരുന്നു കൊണ്ട് തന്നെ ഇന്ത്യൻ പ്രസിഡൻ്റാകുന്ന അപൂർവ സാഹചര്യവും രൂപപ്പെടുകയാണിനി. മൂന്നാമതും ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡൻ്റാകുന്ന അപൂർവ ബഹുമതിയോ അപൂർവ സാഹചര്യമോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഉണ്ടാകുന്നു എന്നുള്ള എൻ്റെ ഈ പ്രവചനം കൂടി ഞാൻ ഈ അവസരത്തിൽ നടത്തുകയാണ്. അതായത് നമുക്ക് ഒരുപക്ഷെ റഷ്യൻ മാതൃകയെന്നോ അമേരിക്കൻ പാർലമെൻ്ററി മാതൃകയെന്നോ എന്തുമാണോ പറയാമെങ്കിലും ഒരു കണക്കിൽ അത് ഭാരതത്തിൻ്റെ മാതൃക തന്നെ, ഭാരതത്തിൻ്റെ സവിശേഷത എന്ന നിലയ്ക്ക് തന്നെ ഭാവിയിൽ അറിയപ്പെടും വിധം വീണ്ടും ശ്രീമാൻ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രസിഡൻറ്റുമാകുന്ന ഒരു അപൂർവ സാഹചര്യം രൂപപ്പെടും എന്ന് കാണുന്നു. അങ്ങനെ ശ്രീ നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞു വന്നതുപോലെ ദിവ്യത്വ ശോഭയോടെ ലോക ആരാധ്യനായി നേതൃസ്ഥാനത്തേക്ക് മാറുന്ന, ലോക ആരാധ്യനായി ഭാരതം
ക്ഷേമസമ്പൂർണമായി വരുന്ന ഒരു സാഹചര്യത്തിൽ മുമ്പോട്ട് പോകാനുള്ള സാഹചര്യം രൂപപ്പെട്ടു വരുന്നതായി കാണുന്നു. അതോടൊപ്പം തന്നെ ക്രമത്തിൽ ഇതിനിടയ്ക്ക് നരേന്ദ്രമോദിയുടെയൊക്കെ താല്പര്യത്തോടെ തന്നെ അവരുടെ നിർദ്ദേശത്തോടെ തന്നെ പുതിയ പ്രധാനമന്ത്രി ഉണ്ടാവും ക്രമത്തിൽ. അതിനുശേഷം തമിഴ്നാട്ടിൽ നിന്നുള്ള ശ്രീ അണ്ണാമലൈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അണ്ണാമല തന്നെ അടുത്ത ഭാവിയിൽ ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനുള്ള ചെറിയ സാധ്യത തെളിഞ്ഞു കാണുന്നു. ആ പ്രവചനം വളരെ കൂടുതൽ വ്യക്തതയോടെ പിന്നീട് ഒരിക്കൽ പറയാവുന്നതാണ്. അത് ഇപ്പോൾ പറയാൻ നമുക്ക് അനുവാദമില്ല ഭഗവാന്റെ. അതുകൊണ്ട് ഞാൻ പിന്നീട് കൂടുതൽ വിശദമായി പറയുകയാണ്. അണ്ണാമല ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള സാഹചര്യം രൂപപ്പെടുന്ന ചെറുതായിട്ട് അത്ര വെളിവാക്കാത്ത ഒരു പ്രവചനം കൂടി ഞാൻ എൻ്റെ കൂടെ നടത്തുന്നു. പൊതുവെ പറഞ്ഞു വരുമ്പോൾ ഇന്ത്യക്ക് ഇനി ഭാവിയിൽ ഭാരതം എന്ന നിലയ്ക്ക് ഇന്ത്യ അതിൻ്റെ ചൈതന്യവത്തായ ദിവ്യമായ ഒരു സാംസ്കാരിക ഔന്നത്യത്തോടെ തന്നെ പരിശോഭിക്കുന്ന ഒരു സാഹചര്യം ഭാരതത്തിന് ഉണ്ടാകണം എന്നുള്ള പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം, കോവിലകം.